നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ച് വിജയുടെ അറസ്റ്റ് ഉടനുണ്ടാകില്ല. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ TVK. സംസ്ഥാന പര്യടനം പാർട്ടി നിർത്തിവെച്ചു. TVK നേതാക്കൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസ്. ദുരന്തത്തിൽ മരണം 39. മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി എന്നിവർ കരൂരിൽ. വിജയിയെ അറസ്റ്റ് ചെയ്ത് TVKക്ക് അനുകൂല തരംഗമുണ്ടാക്കേണ്ട എന്ന നിലപാടിൽ DMKയും സർക്കാരും. ദുരന്തത്തിന് പിന്നിൽ ചതിയും അട്ടിമറിയുമെന്ന് BJP. രാജ്ഭവൻ പുറത്തിറക്കുന്ന രാജഹംസം ത്രൈമാസികയിലെ ലേഖനത്തോട് വിയോജിപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർട്ടിക്കിൾ 200 കുറിച്ചുള്ള ലേഖനം സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മുഖ്യമന്ത്രിയുടെ പരാമർശം മാസിക രാജ്ഭവനിൽ ശശി തരൂർ MPക്ക് നൽകി പ്രകാശനം ചെയ്യുന്നതിനിടെ രാജഹംസം സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പാലമായി വർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശശി തരൂർ MP. ഭക്തസഹസ്രങ്ങൾക്ക് കാരുണ്യ പ്രവാഹമായി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ദിനം സാക്ഷ്യം വഹിച്ചത് മക്കളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങൾക്ക്. രാവിലെ 7 മണി വരെ നീണ്ട് അമ്മയുടെ ദർശനം. പത്തനംതിട്ട തിരുവല്ലയിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ബാനർ. കട്ടപ്പയാക്കിയതിന് പിന്നാലെ ചതിയൻ ചന്തുവായി വിശേഷിപ്പിക്കുന്ന ബാനറുകൾ സേവ് നായർ ഫോറത്തിന്റെ പേരിൽ. സമുദായ സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമെന്ന് KC വേണുഗോപാൽ. അയ്യപ്പ സംഗമത്തിൽ NSSന്റേത് മതേതര നിലപാടെന്നും ആ നിലപാടിനോട് യോജിപ്പെന്നും രമേശ് ചെന്നിത്തല. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ-പാകിസ്ഥാൻ ചരിത്ര പോരാട്ടം ഇന്ന്. മത്സരം രാത്രി 8 മണി മുതൽ ദുബായിൽ. രാജ്യത്തെ നടുക്കി നടൻ വിജയ് പങ്കെടുത്ത കരൂർ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ 39. 1.5 വയസ്സുള്ള കുഞ്ഞടക്കം 9 കുട്ടികളും 17 സ്ത്രീകളുമാണ് മരിച്ചത്. തിക്കിലും തിരക്കിലും പരിക്കേറ്റ 17 പേരുടെ നില ഗുരുതരമാണ്. 111 പേർ ചികിത്സയിലുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. TVK നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ദുരന്തത്തിൽ പ്രതികരിക്കാതെ വിജയ് മടങ്ങിയത് വിവാദത്തിലായി. ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് തമിഴ്നാട്. TVK അധ്യക്ഷൻ വിജയും സംഘവും ഉച്ചയോടെ കരൂരിൽ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എങ്കിലും രാത്രി 7 മണിയോടെയാണ് വിജയ് അവിടെ എത്തിയത്. തങ്ങളുടെ പ്രിയ നായകനെ കാണാൻ കാത്തുനിന്ന് അവശരായിരുന്നു ജനങ്ങൾ. 10,000 പേരെ പ്രതീക്ഷിച്ച സ്ഥലത്ത് അതിനപ്പുറം ആളുകൾ ഒഴുകിയെത്തിയത് സംഘാടകർക്കും പോലീസിനും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. സ്ഥലത്ത് കുടിവെള്ളവും ലഭ്യമായിരുന്നില്ല. ആളുകൾ വെള്ളം ആവശ്യപ്പെട്ടതോടെ തന്റെ ക്യാരവാനിൽ നിന്ന് വിജയ് വെള്ളം നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിജയുടെ വരവ് വൈകിയതോടെ വിജയ് ഉള്ള സ്ഥലത്തേക്ക് ആൾക്കൂട്ടം നീങ്ങി. ഇത് തിക്കിലും തിരക്കിലും കലാശിച്ചതും വൻ ദുരന്തത്തിലേക്ക് വഴിവെച്ചു. ആംബുലൻസിന് പോലും വരാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ അപകടത്തിൽപ്പെട്ട ആളുകളെ എടുത്തുകൊണ്ടു പോകേണ്ട അവസ്ഥയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സന്ദർശിക്കുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവമെന്നും വിവരിക്കാനാകാത്ത ദുരന്തമെന്നും MK സ്റ്റാലിൻ പ്രതികരിച്ചു. വിജയിയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷം നടപടി സ്വീകരിക്കുമെന്നായിരുന്നു സ്റ്റാലിന്റെ മറുപടി. ஆணையம் அமைக்கப்பட்டிருக்கு. அந்த ஆணையம் விசாரிச்சு முழுமையா சொல்லும். இதுக்கிடையில நீங்க கேட்கிற மாதிரி அரசியல் நோக்கத்தோடு எதையும் சொல்ல நான் விரும்பல. திருப்பி தான் சொல்ல போறேன். ஆனா ஆணையம் அதுக்காக அமைச்சிருக்கிறோம். அந்த ஆணையத்தின் மூலமாக உண்மை வெளிவரும்.
அது உண்மை வெளிவருகிறவர் நிச்சயமாக உரிய நடவடிக்கை எடுக்கப்படும். അതേസമയം മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ നടൻ വിജയ് പ്രതികരിക്കാത്തത് വിവാദമാവുകയാണ്. എന്റെ ഹൃദയം തകർന്നു, സഹിക്കാനാകാത്ത പറഞ്ഞറിയിക്കാനാകാത്ത വേദനയിൽ ഉള്ളം പിടയുകയാണ്. പരിക്കേറ്റവർക്ക് ഉടൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനാകട്ടെ എന്നാണ് എക്സിൽ വിജയ് കുറിച്ചത്. വിജയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DMK അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിക്കുകയും ഏത് സാഹചര്യത്തിലും സഹായിക്കാൻ കേരളം തയ്യാറാണ് എന്ന് MK സ്റ്റാലിന് കത്തുമെഴുതി. ന്യൂസ് ഡെസ്ക് അമൃത TV. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. கமிஷன் அமைக்கப்பட்டிருக்கு. எனக்கு கிடைத்த தகவல்படி அவங்க மதியம் 1 மணிலேருந்து 1:30 மணி அளவில் இந்த கரூருக்கு வர இருக்கின்றாங்க. மருத்துவமனைக்கு வந்து ஒவ்வொரு பேஷண்ட்டுக்கிட்டையும் அவங்களோட கருத்துக்களை பதிவு செய்வாங்க. அது மாதிரி நேற்று அந்த விபத்து நடந்த இடத்துக்கும் அவங்க செல்ல இருக்கிறாங்கன்னு நான் நம்புகிறேன். எனவே அவங்க கொடுக்கக்கூடிய அந்த கமிஷன் அந்த ரிப்போர்ட் தகுந்தபடி முதலமைச்சர் அவர்கள் நிச்சயம் சட்டப்பூர்வமான நடவடிக்கைகளை விரைவில் எடுப்பார்கள். കരൂർ ദുരന്തത്തിൽ നടൻ വിജയിയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അറസ്റ്റിന് തിടുക്കം വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതേസമയം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് TVK. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടും. ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപക പര്യടനം വിജയ് നിർത്തിവെച്ചു. ചെന്നൈയിലെ വീട്ടിൽ തുടരുകയാണ് വിജയ്. ദുരന്തത്തിൽ മരിച്ചവർക്ക് അദ്ദേഹം ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. നടൻ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും DMKയും CPMും രംഗത്തെത്തിയിട്ടുണ്ട്. ദുരന്തത്തിന് പിന്നിൽ ചതിയും അട്ടിമറിയും നടന്നിട്ടുണ്ടെന്ന് BJP ആരോപിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. TVK ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി എന്നിവരെ കേസിൽ പ്രതി ചേർത്തു. അതേസമയം സംഘാടനത്തിൽ പാളിച്ച ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. പത്തനംതിട്ടയിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ബാനർ. തിരുവല്ല NSS കരയോഗ കെട്ടിടത്തിന്റെ മുൻപിലും സമീപത്തെ ജംഗ്ഷനുകളിലുമാണ് ബാനറുകൾ ഉയർന്നിരിക്കുന്നത്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തി സേവ് നായർ ഫോറത്തിന്റെ പേരിലാണ് ബാനറുകൾ. പിന്നിൽ നിന്നും കാലുവാരിയ പാരമ്പര്യം നായർക്കില്ല. ശബരിമല അയ്യപ്പസ്വാമിയുടെ ആചാര സംരക്ഷണത്തിന് അണിനിരന്ന ആയിരങ്ങളെ അപമാനിച്ച സമുദായക വഞ്ചകൻ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കുക. നിരീശ്വരവാദികൾക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് എന്നീ വരികളാണ് ബാനറുകളിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കരയോഗ കെട്ടിടങ്ങളുടെ മുൻപിലായി പ്രതിഷേധ ബാനറുകൾ ഉയർന്നിരുന്നു. സമുദായ സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. NSSനെതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസ് പങ്കാളികളല്ല. പരസ്യമായി കോൺഗ്രസ് ഒന്നും പറയേണ്ടതില്ല. സമുദായ സംഘടനകൾക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നത് PR വർക്കാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ൊന്നും കോൺഗ്രസ് പങ്കാളിയല്ല. സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനത്തോടെ അവരുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ തന്നെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തരം പ്രചരണങ്ങളിലൊന്നും കോൺഗ്രസിന് ഒരു പങ്കാളിത്തവും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാവില്ല. സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമായ തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. അയ്യപ്പ സംഗമത്തിൽ NSS മതേതര നിലപാടാണ് സ്വീകരിച്ചതെന്നും ആ നിലപാടിനോട് യോജിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിൽ സമദൂര നിലപാടാണ് NSS സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ NSSന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ ഞാൻ വായിച്ചു നോക്കും. NSS എന്നും മതേതര നിലപാട് എടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. RSSനെയോ BJPയോ ഇന്ന് വരെ NSSന്റെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാത്ത നിലപാടുള്ള പ്രസ്ഥാനമാണ് NSS. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത്, NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ ശബരിമല കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഗവൺമെൻറ് എടുത്ത നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. ആയിക്കോട്ടെ. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഞങ്ങളെടുത്ത നിലപാട് സമദൂരമാണ്, അതിൽ മാറ്റമില്ല. സമദൂരത്തിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ നിലപാടിൽ എന്ത് മാറ്റമാവുള്ളേ? ശ്രീ നാരായണ പണിക്കർ സാറുള്ള കാലം മുതൽ NSS എടുത്ത നിലപാട് സമദൂര നിലപാടാണ്. ആ നിലപാടിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഗവൺമെൻറ്റിനോടൊപ്പം പോകുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ചായുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അസ്ഥാനത്താണ്.
ഭക്തസഹസ്രങ്ങൾക്ക് കാരുണ്യ പ്രവാഹമായി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ ഒരു ജന്മദിനം കൂടി. അമ്മയുടെ 72ാം പിറന്നാൾ അമൃതപുരിയും ലോകവും അമ്മയുടെ മക്കളും സമുചിതമായി ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച അമ്മയുടെ ദർശനം ഇന്ന് രാവിലെ 7 മണി വരെ നീണ്ടു. അമ്മ ആഗ്രഹിച്ചതുപോലെ ആഘോഷങ്ങൾക്കുപരി മക്കളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങൾക്കായിരുന്നു അമ്മയുടെ പിറന്നാൾ ദിനം സാക്ഷ്യം വഹിച്ചത്. കാരുണ്യത്തിന്റെ കടൽ തീർത്ത അമൃതപുരിയിൽ ലോകം അമ്മയ്ക്കായി ഒത്തുചേർന്നു. എല്ലാ തവണയും പോലെ ആഘോഷങ്ങൾക്കായിരുന്നില്ല അമ്മ ഇത്തവണയും ജന്മദിനത്തിൽ പ്രാധാന്യം നൽകിയത്. മാതൃസ്പർശനം ഏറ്റുവാങ്ങാനെത്തിയ അമ്മയുടെ മക്കൾ അമ്മയുടെ തലോടലിലൂടെ അമ്മ പകർന്നു നൽകിയ വാക്കുകളിലൂടെ ജന്മലക്ഷ്യത്തിന്റെ പൊരുളറിഞ്ഞു. വിദേശത്തു നിന്നും എത്തിയവർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരാണ് അമ്മയുടെ 72ാം പിറന്നാൾ ദിനത്തിൽ ഒത്തുകൂടിയത്. അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു ലോകം ഒരേ ഹൃദയം എന്ന വികാരത്തോടെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാകാൻ അമൃതപുരിയിലെത്തിയ അമ്മയുടെ മക്കൾക്ക് കഴിഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ ലോക നന്മയ്ക്കായി അമ്മ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങളും നടന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ജന്മദിനാഘോഷ ചടങ്ങുകൾ ഭജനകളും പ്രഭാഷണങ്ങളും സാംസ്കാരിക പരിപാടികളും കൊണ്ട് സമ്പന്നമായിരുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയവർ സാംസ്കാരിക പാരമ്പര്യ തനിമയിൽ അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നു. പ്രായത്തിൻ്റെയോ മറ്റു സാമൂഹിക ചുറ്റുപാടുകളുടെയോ വലിപ്പച്ചെറുപ്പമില്ലാതെ അമ്മയുടെ മക്കൾ അമൃതപുരിയിൽ പരസ്പരം കൈകൾ കോർത്തു. സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുത്തുകൾ കോർത്ത ഒരു മാലയായി അമ്മയുടെ മക്കൾ മാറി. സൗജന്യ ശസ്ത്രക്രിയകളും സമൂഹ വിവാഹവും സാമൂഹിക ചുറ്റുപാടുകളിലെ ആരോഗ്യകരമായ മാറ്റങ്ങളും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അമ്മയുടെ 72ാം പിറന്നാൾ ദിനം. മാതൃവാത്സല്യത്തിന്റെ അമൃത നുകരാൻ കാത്തുനിന്ന മക്കൾക്ക് ദർശനം സാധ്യമായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജന്മദിനാഘോഷ വേദിയിൽ നിന്നും അമ്മ അമൃതപുരിയിലേക്ക് മടങ്ങിയത്. അടുത്ത പിറന്നാൾ ദിനത്തിൽ ഒത്തുകൂടാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചാണ് അമ്മയുടെ മക്കൾ അമൃതപുരിയിൽ നിന്നും മടങ്ങുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവനത്തിലും അമ്മയുടെ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന അമ്മയുടെ മക്കൾ എന്നും മാതൃകയാണ്. കൊല്ലം അമൃതപുരിയിലെ കുഞ്ഞുമക്കൾ അമ്മയുടെ ജന്മദിനാഘോഷവേളയിൽ സേവന പ്രവർത്തനങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിലും രാപകൽ വ്യത്യാസമില്ലാതെ മുന്നിട്ടിറങ്ങിയപ്പോൾ അമ്മ പകർന്നു നൽകിയ നന്മ കൂടുതൽ തിളക്കമുള്ളതായി. അമൃത സ്കൂളിലെയും അമൃത ക്യാമ്പസുകളിലെയും കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ്. ആതിഥ്യമര്യാദയുടെ പാഠങ്ങൾ അവർ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാട്ടും. അമ്മയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് അമ്മയുടെ മക്കൾ അമൃതപുരിയിലേക്ക് എത്തുമ്പോൾ അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളുമായി അവർ സജ്ജരാണ്. ദാഹജലവും ഭക്ഷണവും മറ്റു സഹായങ്ങളുമായി അവർ ചുറുചുറുക്കോടെ ഓടി നടക്കും. ആവശ്യമായ സേവനങ്ങൾ അവർ ചോദിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തും. അതാണ് അമ്മ അവരെ പഠിപ്പിക്കുന്ന ജീവിതത്തിലെ നല്ല പാഠങ്ങൾ. അമ്മയുടെ ജന്മദിനാഘോഷത്തിൻ്റെ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സേവ ചെയ്യാൻ പറ്റിയതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് അടുത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആഹാരത്തിൻ്റെ ജോലി തന്നെ ഞങ്ങൾക്ക് കിട്ടിയതിലും അവർ വരുമ്പോൾ ആഹാരമാണല്ലോ ഏറ്റവും പ്രാധാന്യം. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാനും അമ്മയെ കാണാനും ആ ജന്മദിനത്തിന് ഞങ്ങളും ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിപ്രാവശ്യം അതിനുള്ള ഭാഗ്യം ഉണ്ടായി. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും എന്നെ വളരെയധികം സന്തോഷവതിയാണ്. ഏതൊരു ആഘോഷങ്ങൾ കഴിയുമ്പോഴും സ്വാഭാവികമായും ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾ ഒരു സൈന്യത്തിന്റെ ആർജവത്തോടെ അവർ ഏറ്റെടുക്കും. രാത്രി വൈകിയും അമൃതപുരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ അവർ നീക്കം ചെയ്തു. ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അവർ എന്നും മുന്നിട്ട് നിൽക്കും. ഞങ്ങളിപ്പം ഇവിടെ എല്ലാവരും ഇത്രക്കാരും ജനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നിറച്ചും കുറേ വേസ്റ്റുകളും എല്ലാം ഉണ്ട്. ഇപ്പം പ്ലാസ്റ്റിക് ആയാലും ബയോഡിഗ്രേഡബിൾ ആയാലും അങ്ങനെ എല്ലാതരം വേസ്റ്റുകളുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് വേസ്റ്റ് കവറിലോട്ടേക്ക് ആക്കി നമ്മളതെല്ലാം പ്ലാസ്റ്റിക്കും ഈ ബ്ലാക്ക് കവറിലേക്കും അതേപോലെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ പച്ച കവറിലേക്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ സോർട്ട് ചെയ്തെടുത്ത് വേസ്റ്റൊക്കെ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അക്കാദമിക് വിദ്യാഭ്യാസത്തിനുപരി ജീവിതം എന്താണെന്നും ഒരു നല്ല മനുഷ്യനായി വളരാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അമ്മ സ്നേഹത്തോടെ ഈ മക്കൾക്ക് പറഞ്ഞു നൽകുന്നു. അമ്മയുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെ കടലായി ഉള്ളിൽ അലയടിക്കുമ്പോൾ അവർ നന്മയുടെ സന്ദേശവാഹകരായി മാറും. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ലഹരിയുടെയും ലോകത്ത് അതിൽ നിന്നൊക്കെ മാറി അതിലേക്ക് വഴിതെറ്റുന്ന ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് നന്മയുടെ പ്രകാശമായി അവർ വഴികാട്ടുന്നു. അമൃത ന്യൂസ്, കൊല്ലം.
യൂറിയ ക്ഷാമത്തിൽ വലഞ്ഞ് കർഷകർ. അപ്പർ കുട്ടനാടൻ മേഖലയിലെ നെൽകൃഷിക്കടക്കം യൂറിയ ക്ഷാമം തിരിച്ചടിയായിരിക്കുകയാണ്. മിശ്രിത വളങ്ങളുടെ അമിത വിലയും പ്രതിസന്ധി ഉയർത്തുകയാണ്. രാസവളങ്ങളുടെ വെട്ടിക്കുറച്ച സബ്സിഡി പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. നെൽകൃഷിയിൽ ഉപയോഗിച്ചു വരുന്ന പ്രധാന വളങ്ങളിൽ ഒന്നായ യൂറിയ നടയിൽ കഴിഞ്ഞ ഒരു മാസത്തിനകവും കതിരിടുന്നതിന് മുമ്പുമായിട്ടാണ് നൽകാറുള്ളത്. അപ്പർ കുട്ടനാടൻ പാടങ്ങളിൽ ഒന്നാം കൃഷി കതിരിടാറാകുമ്പോൾ യൂറിയ കിട്ടാനില്ലാത്തത് ഇത്തവണയും കർഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. മാസങ്ങളായി യൂറിയ കിട്ടാനില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഇവിടെ ഏകദേശം ഒരു 6 മാസത്തോളമായി ഈ രാസവളത്തിൻ്റെ ലഭ്യതക്കുറവുണ്ടായെങ്കിലും ഈ വിഷയം കൃത്യമായി പരിഹരിക്കുന്നതിനോ കേന്ദ്രത്തെ സമ്മർദ്ദം ചെലുത്തുന്നതിനോ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഗുണനിലവാരമില്ലാത്ത കൂട്ടുവളങ്ങൾ സ്വകാര്യ കമ്പനികൾ വ്യാപകമായി ഇവിടെ വിപണിയിലെത്തിക്കുകയാണ്. ഈ പറയുന്ന കൂട്ടുവളങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് നടപടിയെടുക്കേണ്ട കൃഷി വകുപ്പ് പരിശോധനയ്ക്ക് ശേഷം വളക്കമ്പനികളുമായി ഒത്തുകളിച്ചുകൊണ്ട് യാതൊരു നടപടിയും എടുക്കാതെ കർഷകരെ ചൂഷണം ചെയ്യുന്നു. യൂറിയ കിട്ടാത്തത് മൂലം മിശ്രിത വളങ്ങളാണ് കർഷകർ ഇപ്പോൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഇതിന് 3 ഇരട്ടിയോളം വില നൽകണം. എന്നാൽ യൂറിയ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം കിട്ടുന്നില്ലെന്നും കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ രാസവളത്തിന് നൽകിയിരുന്ന സബ്സിഡി മുൻവർഷങ്ങളിൽ വെട്ടിക്കുറച്ചതും വലിയ തിരിച്ചടിയായതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. 1 ലക്ഷം കോടിക്ക് മേൽ വരുന്ന ഒരു സംഖ്യ കേന്ദ്ര ഗവൺമെന്റ് രാസവള സബ്സിഡിക്കായിട്ട് വെച്ചിരിക്കുന്നതിൽ നിന്ന് വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ നിന്ന്. അതിൽ സബ്സിഡി കൊടുക്കണം. ആ സബ്സിഡിക്ക് കൊടുക്കുന്നതിന് വേണ്ടി നീക്കി വെക്കുന്ന സംഖ്യ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വളത്തിന്റെ വില വർദ്ധിക്കുന്നത്. കർഷകർക്ക് യൂറിയ കിട്ടുന്നില്ലെങ്കിലും വൻകിട കമ്പനികൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതായും കർഷക സംഘടനകൾ ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സബ്സിഡി നിരക്കിലാണ് വളം കർഷകർക്ക് നൽകുന്നത്. കാർഷികാവശ്യത്തിന് നൽകുന്ന വളങ്ങൾ കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. ഒരു ഗ്രാമത്തിന്റെ ദാഹം അകറ്റുന്ന ജലസ്രോതസ്സിന് സമീപം മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കാനൊരുങ്ങി പഞ്ചായത്ത് അധികൃതർ. അമൃത് സരോവർ പദ്ധതിയിലൂടെ വീണ്ടെടുത്ത പത്തനംതിട്ട കുളനട പഞ്ചായത്തിലെ രാമഞ്ചിറ കുളത്തിനെയാണ് അധികൃതർ തന്നെ മലിനമാക്കാനൊരുങ്ങുന്നത്. പഞ്ചായത്തിന്റെ നടപടിയിൽ എതിർപ്പുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നിട്ടുണ്ട്. 6 ഏക്കറോളം വിസ്തൃതിയുണ്ട് പത്തനംതിട്ട കുളനട പഞ്ചായത്തിലെ രാമഞ്ചിറ എന്ന ജലാശയത്തിന്. ഈ പ്രദേശം അറിയപ്പെടുന്നതും ഈ ജലാശയത്തിന്റെ പേരിലാണ്. വേനൽക്കാലത്ത് ഇവിടുത്തുകാരുടെ കുടിവെള്ള സ്രോതസ്സാവുന്ന രാമഞ്ചിറയുടെ പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത സരോവർ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് നാശോന്മുഖമായി കിടന്നിരുന്ന ജലാശയം നവീകരിച്ചത്. എന്നാൽ നവീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ ചിറയ്ക്ക് സമീപം MCF പദ്ധതി പ്രകാരം മാലിന്യം സംഭരിക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. അടുത്ത കാലത്തായി അമൃത സരോവർ പദ്ധതി പ്രകാരം പ്രധാനമന്ത്രിയുടെ ഒരു ദാനമാണിത്. ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്തതാണ്. എന്നിട്ട് ആ പഞ്ചായത്തുകാർ തന്നെയാണ് ഇവിടെ മാലിന്യ പ്രളയം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഗ്രാമസഭയിലോ പൊതുജനങ്ങളോടോ സംസാരിക്കാതെ അറിയിക്കാതെ ഒരു സീക്രട്ടായിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ പ്ലാൻ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങൾ അനുവദിക്കുന്നില്ല. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് രാമഞ്ചിറയ്ക്ക്. അങ്ങനെയൊരു സ്ഥലത്തെ മാലിന്യം തള്ളുന്ന ഒരിടമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. ഈ ചിറയുടെ തനത് സ്വഭാവം നിലനിർത്തി ഇത് പരിരക്ഷിച്ച് നാട്ടുകാർക്ക് ഉപയുക്തമാക്കി തരണം. യാതൊരു തരത്തിലുമുള്ള പഞ്ചായത്തിൻ്റെ ആയാലും ഗവൺമെൻറ്റിൻ്റെ ആയാലും ഈ വേസ്റ്റ് തള്ളുന്ന ഒരു പ്രദേശമാക്കി ഇതിനെ മാറ്റാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കത്തില്ല. ഞങ്ങളുടെ അങ്ങേയറ്റം എതിർക്കുകയും ചെയ്യും. രാമഞ്ചിറയുടെ തീരത്ത് MCF പദ്ധതി വരുന്നത് ജലാശയത്തെ മലിനമാക്കുമെന്ന് കാട്ടി നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊല്ലം കോർപ്പറേഷനും കരാറുകാരും തമ്മിലുള്ള തർക്കത്തിൽ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കാടുകയറി നശിക്കുന്നു. കൊല്ലം ബീച്ചിനോട് ചേർന്നുള്ള മഹാത്മാഗാന്ധി പാർക്കിനാണ് ഈ ദുരവസ്ഥ. കോടികൾ മുടക്കി സ്ഥാപിച്ച പാർക്കിലെ കുട്ടികൾക്കായുള്ള സംവിധാനങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ്. 1 വർഷം മുൻപ് വരെ ഇതായിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ. കുട്ടികളും സന്ദർശകരുമൊക്കെയായി ഏറെ തിരക്കുള്ള നഗരത്തിലെ പ്രധാന വിശ്രമ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇവിടം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കൊല്ലം ബീച്ചിലെത്തുന്നവർ ഏറെ നേരം കുട്ടികളുമായി ഇവിടെ ചിലവഴിച്ചിരുന്നു. എന്നാലിപ്പോൾ തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിശ്രമ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പാർക്കിന് സമീപത്തുകൂടി പോകാൻ തന്നെ പേടിയാണ്. 1967 അന്നത്തെ ഉപരാഷ്ട്രപതി സാക്കിർ ഹുസൈനാണ് മഹാത്മാഗാന്ധി പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഒരു മാൻ പാർക്കും അക്വേറിയവും ഉൾപ്പെടുന്ന ഒരു പാർക്ക് സമുച്ചയമുണ്ടായിരുന്നു. എന്നാൽ നടത്തിപ്പിലെ പാളിച്ചകളും ഒപ്പം സാമൂഹിക വിരുദ്ധരുടെ ശല്യവും കാരണം അത് അടച്ചുപൂട്ടി. പിന്നീട് കൊല്ലം കോർപ്പറേഷൻ പാർക്കിൻ്റെ നവീകരണത്തിനായി പണം അനുവദിച്ചു.
ലക്ഷങ്ങൾ മുടക്കി. എന്നാൽ നടത്തിപ്പവകാശം കരാറുകാരെ ഏൽപ്പിച്ച് ഒരു വരുമാന കേന്ദ്രമാക്കി പാർക്കിനെ മാറ്റിയതോടെ കാര്യങ്ങൾ അവതാളത്തിലായി. കോർപ്പറേഷൻ്റെ ഭീമമായ വാടക നൽകാൻ കഴിയാതെ കരാറുകാർ പിന്മാറി. ഒടുവിലായി 7 ലക്ഷം രൂപ മാസവാടക നൽകാൻ കഴിയാതെ വന്നതോടെ മൂന്നാമത്തെ കരാറുകാരനും പാർക്കിൻ്റെ നടത്തിപ്പിൽ നിന്നും പിന്മാറി. അതോടെ സന്ദർശകർ കയറാതെ പാർക്ക് കാടുപിടിച്ചു. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വരണമെന്നുള്ള ടെൻഡൻസി പോലും ഇല്ല. കാരണം പാർക്ക് വളരെ അനാഥമായി കിടക്കുകയാണ്. ആരും പട്ടി പോലും കയറാത്ത ഒരു രീതിയിൽ ആക്കുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ആളുകൾ ഏജൻറ്റ് തിരിച്ച് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ തമ്മിലടിച്ചുകൊണ്ട് ഒരു നശിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയാണ് സമൂഹത്തിലുള്ളത്. നീന്തൽക്കുളം, കൃത്രിമ വെള്ളച്ചാട്ടങ്ങൾ, കുട്ടികൾക്കായുള്ള കളിയുപകരണങ്ങൾ എന്നിവയൊക്കെ ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇവിടെ ഒരുക്കിയതെന്ന കൊല്ലം കോർപ്പറേഷൻ മറന്നുപോയിരിക്കുന്നു. പാർക്കിൻ്റെ ആവശ്യകതയും ഉദ്ദേശലക്ഷ്യവും മറക്കാതെയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു കച്ചവട കേന്ദ്രമായി മാത്രം ഇതിനെ കണ്ടതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. അപ്പോഴും കൗൺസിൽ യോഗങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായി കോടികളാണ് വകയിരുത്തുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. കാസർഗോഡ് ബേഡെടുക്ക വനിതാ സഹകരണ സംഘത്തിന്റെ നെൽകൃഷി തുടർച്ചയായ 8ാം വർഷത്തിലേക്ക്. നെൽകൃഷി പ്രോത്സാഹനത്തിനായി തരിശായി കിടക്കുന്ന പാടശേഖരങ്ങളിലാണ് വനിതാ സഹകരണ സംഘം കൃഷി നടത്തിവരുന്നത്. മലയോര മണ്ണിൽ വർഷങ്ങളോളം തരിശായി കിടന്ന ഏക്കറുകൾ വരുന്ന പാടശേഖരങ്ങളെ ഹരിതാപമാക്കിക്കൊണ്ടു തുടങ്ങിയ ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നെൽകൃഷി തുടർച്ചയായ 8ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പൊന്നൂർപ്പാറ വയലിൽ തരിശായി കിടന്ന 2 ഏക്കറിൽ ഉൾപ്പെടെ 5 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ നടീൽ ഉത്സവം നടത്തിയത്. നാട്ടുകാരും സംഘം മെമ്പർമാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഞാറ് നടാനായി പാടത്തിറങ്ങി കൊയ്തെടുക്കുന്ന നെല്ല് അരിയാക്കി മാറ്റി പ്രകൃതി റൈസ് എന്ന ബ്രാൻഡിൽ വിതരണം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 1 ടൺ അരി വിൽപ്പന നടത്താൻ സാധിച്ചത് വനിതാ സഹകരണ സംഘത്തിന് കരുത്തായി മാറുന്നു. ഈ ഞാറുനടയിൽ ഞങ്ങൾ നാട്ടുകാരുടെയും സംഘം മെമ്പർമാരുടെയും കൃഷി വകുപ്പിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയൊക്കെ പൂർണ്ണ സഹകരണമുണ്ട്. നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരുടെയൊക്കെ സഹകരണം ഉള്ളതുകൊണ്ടാണ് കുറഞ്ഞ കൂലി ചെലവ് ഞങ്ങൾക്ക് ഈ ഞാറുനടയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇപ്രാവശ്യം 5 ഏക്കറിലാണ് അറ്റ്ലസ് നെൽവിനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. 100 ദിവസം കൊണ്ട് വിളവെടുപ്പ് സാധ്യമാകുന്ന അറ്റ്ലസ് നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി. പൂർണ്ണമായും ജൈവ രീതിയിലുള്ള നെൽകൃഷിയിലൂടെ ലഭിക്കുന്ന അരി വനിതാ സഹകരണ സംഘത്തിന്റെ കൺസ്യൂമർ സ്റ്റോറുകളിലൂടെ വിൽപ്പന നടത്തും. അമൃത ന്യൂസ്, കാസർഗോഡ്. രാജ്ഭവന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കുന്ന ത്രൈമാസിക രാജഹംസം പ്രകാശനം ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ എംപിക്ക് നൽകിയാണ് മാസികയുടെ പ്രകാശനം നിർവഹിച്ചത്. ആദ്യ പതിപ്പിൽ ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ആർട്ടിക്കിൾ 200 കുറിച്ചുള്ള ലേഖനത്തിലെ അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗവർണറെയും രാജ്ഭവനെയും സംബന്ധിച്ച വാർത്തകളും ആനുകാലിക ദൈക്ഷണിക പ്രാധാന്യമുള്ള ലേഖനങ്ങളും ഉൾപ്പെടുത്തി ഇനി മുതൽ പുറത്തിറങ്ങുന്ന ത്രൈമാസികയാണ് രാജഹംസം. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ എംപിക്ക് നൽകി മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. ഭാരതാംബ വിഷയം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലാണ് മാസികയുടെ പ്രകാശനം നിർവഹിക്കാൻ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തിയത്. രാജഹംസത്തിന് ആശംസകൾ നേർന്നതോടൊപ്പം ആദ്യ പതിപ്പിൽ ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങൾ വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 200 കുറിച്ചുള്ള ലേഖനത്തിലെ അഭിപ്രായ വ്യത്യാസവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആർട്ടിക്കിൾ 200 എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണോഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പാലമായി രാജഹംസം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാസിക ഏറ്റുവാങ്ങിയ ശശി തരൂർ MP പറഞ്ഞു. രാജ്ഭവനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രവർത്തന രീതി എന്തൊക്കെയാണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് രാജഹംസമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. Reason why we are trying to tell everybody what is happening in Raj Bhavan, how the governor is behaving,
how the governor has to do what he has to do, how he has to present himself before the public, the state, how he has to be there with the government, what are his relations, what are his thoughts. All these things are to be depicted and to be presented before the public. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP നേതാവ് കുമ്മനം രാജശേഖരൻ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ, മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ ക്ഷണിക്കപ്പെട്ട പ്രമുഖർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏഷ്യാകപ്പ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യ പാക് ഫൈനൽ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് ജയിച്ച ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാൻ. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇറങ്ങുക. ഫോമിൽ തുടരുന്ന അഭിഷേക് ശർമ്മയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കരുത്ത്. ടൂർണമെന്റിലുടനീളം അജയ്യരായാണ് മുൻ ചാമ്പ്യന്മാരായ ഇന്ത്യ. സൂപ്പർ ഫോർ മത്സരങ്ങളിലെ വിവാദങ്ങൾ നിലനിൽക്കെയാണ് ഇരു ടീമുകളും ഫൈനലിന് ഇറങ്ങുന്നത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.